ദേവസ്വം വിജിലൻസ് ടീമിനെ SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ അഭിനന്ദിക്കാതെ വയ്യ. കാരണം അവർ വളരെ ചെറിയൊരു വിഷയം മാത്രമാണ് അന്വേഷിച്ചു തുടങ്ങിയത്. അത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയാൻ അവർക്ക് വേഗത്തിൽ കഴിഞ്ഞു. ആ തിരിച്ചറിവിലാണ് അതൊരു വലിയ അന്വേഷണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞത്. കാരണം അവർ വളരെ വേഗത്തിൽ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് ഒരു വലിയ സ്രാവിന്റെ ഒരു മുള്ളിൽ മാത്രമാണ്, ഇതിന് പിന്നിൽ വലിയൊരു നീലത്തിമിംഗലമുണ്ട് എന്നവർക്ക് മനസ്സിലായ മാത്രയിൽ അവർ വിപുലമായ ഒരു റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ച് കിട്ടാവുന്ന മൊഴികളെല്ലാം എടുത്തുകൊണ്ട് തയ്യാറാക്കി. അതിവേഗമാണ് അവർ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതല്ലാതെ ഈ അന്വേഷണം വെച്ച് താമസിപ്പിച്ച് ഈ കള്ളന്മാർക്കൊക്കെ രക്ഷപ്പെടാനുള്ള, തെളിവ് നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതെ വേഗത്തിൽ ആ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൂന്നാമത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമ്പോൾ ഉടൻ തന്നെ അവർ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രക്രിയയിലേക്ക് കടന്നു. ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ വിജിലൻസ് SP ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ കണ്ടെത്തലുകൾ ഇതൊക്കെയാണെന്ന് ഇന്ന് പറഞ്ഞു. ആ മുന്നിൽ നിന്ന് എന്തൊക്കെയാണ് വിജിലൻസ് SP കോടതിയോട് പറഞ്ഞതെന്ന് വീണ്ടും പിന്നിൽ വിശദീകരിക്കും. പിന്നിൽ SIT അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലേക്ക് കോടതിയെ നയിച്ച തെളിവുകൾ, എന്തൊക്കെ വിവരങ്ങൾ വിജിലൻസ് കൈമാറി, വിജിലൻസും ദേവസ്വം വിജിലൻസും യഥാർത്ഥത്തിൽ വേഗത്തിൽ ഇതൊരു പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് പോകണമെന്നുകൂടി ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ഒരു 3-4 ദിവസമായി നൽകുന്ന ഒരു വാർത്തയാണ്. അതായത് ഈ കേസിന്റെ അന്വേഷണം ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നത്. കാരണം ഈ കേസിൽ പുറത്തു വരുന്നത് ഗൂഢാലോചന, വിശ്വാസവഞ്ചന അടക്കമുള്ള വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ഇതുവരെയുള്ള ഈ വിവരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗത്തിന് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തൊരു അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയില്ല. അവർ പരമാവധി തെളിവുകൾ ശേഖരിച്ച് അത് കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ചു. കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഒരു SITയെ തീരുമാനിച്ചുകൊണ്ട് കോടതിക്ക് മുന്നിലേക്ക് വരുന്നത്. ഞങ്ങൾ ഈ സംഘത്തെ വെച്ച് ഇത് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി അത് ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയുടെ ഉത്തരവായി തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് SP ഏതാണ്ട് 20 മിനിറ്റോളം എടുത്താണ് ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചത്. ദേവസ്വം ബെഞ്ചിന് മുന്നിൽ നേരിട്ട് അദ്ദേഹം എത്തി ഈ റിപ്പോർട്ടുകൾ കാണിച്ചു, ചില ചിത്രങ്ങൾ കാണിച്ചു, അതോടൊപ്പം തന്നെ പല രേഖകളും അദ്ദേഹം കോടതിക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ. അതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഡിസംബർ മാസം 9-ാം തീയതി അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു യാഹൂ മെയിലിൽ നിന്ന് അയച്ചിരിക്കുന്ന ഒരു ഇമെയിലാണ്. ആ ഇമെയിലാണ് ഇതിൽ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യങ്ങളിലേക്ക് കോടതിയെ കൊണ്ടുചെന്നെത്തിച്ചത്. ആ മെയിലിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 8 ദിവസങ്ങൾക്ക് ശേഷം 17-ാം തീയതി 2019 ഡിസംബർ 17-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു കത്തുണ്ട്. ആ കത്തും ഈ ഇമെയിലും ചേർത്ത് വായിക്കുന്നതിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളിയുടെ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങളുണ്ട് എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളുകള്ളികൾ പുറത്തേക്ക് വരണമെന്ന് കോടതി തീരുമാനിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിർണായകമാകുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശബരിമലയിൽ ശ്രീകോവിൽ തങ്കം പൊതിഞ്ഞതാണ്. 1998-ൽ നമ്മൾ സ്വർണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണം 22 ക്യാരറ്റ് സ്വർണമാണ്. പക്ഷേ ശബരിമലയിൽ പൊതിഞ്ഞിരിക്കുന്നത് 24 ക്യാരറ്റിന്റെ തനി തങ്കമാണ്. ആ തങ്ക ശ്രീകോവിലിൽ എവിടെയൊക്കെയാണ് തങ്കം പൊതിഞ്ഞിരിക്കുന്നത് എന്നതടക്കമുള്ള മുഴുവൻ വിവരങ്ങളും UB ഗ്രൂപ്പ് 98-ൽ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നു. അതിന്റെ രേഖകൾ ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തി. അപ്പോഴാണ് 1.5 കിലോ സ്വർണമാണ് ഈ UB ഗ്രൂപ്പ് നൽകിയ കൃത്യമായ രേഖകൾ തന്നെ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ആ രേഖകൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നെങ്കിൽ 2019-ൽ ചെമ്പുപാളികൾ എന്ന മഹസറിൽ എഴുതില്ലല്ലോ. ദിവിഷ, ഇത് 98-ലെ തന്നെ തിരുവാഭരണം രജിസ്റ്ററിൽ ഇതുണ്ട്. UB ഗ്രൂപ്പ് നൽകിയ വിവരങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ എന്തുകൊണ്ട് 2019-ൽ ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ അത് വെറും ചെമ്പുപാളിയായി മാറി, അതായത് പൂർണ്ണമായും ചെമ്പുപാളിയായി മാറി എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതിൽ സ്വർണമുണ്ട്. അതായത് ഈ മഹസർ തയ്യാറാക്കിയപ്പോൾ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്ന് എഴുതിയിരുന്നുവെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം
ഇത് ചെമ്പ് പാളിയാണ് തനിക്ക് കിട്ടിയതെന്ന് സമർത്ഥിക്കുന്നത്. ശരി ബിനിൽ അനന്തകൃഷ്ണൻ രണ്ടുപേരുമാണ് വിശദമായ വിവരങ്ങൾ, കോടതി വിവരങ്ങളാണ് ബിനിൽ പങ്കുവച്ചത്. അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് ഈ അന്വേഷണത്തിലേക്ക് കോടതി എത്തുന്നത്, SIT അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലേക്ക് കോടതി എത്തുമ്പോൾ മാതൃഭൂമി ദിനപത്രം അതിൽ വഹിച്ച പങ്കിനെ കുറിച്ച് കൂടിയാണ് അനന്തൻ വ്യക്തമായി സൂചിപ്പിച്ചത്. 99-ൽ ശബരിമലയിലെ ശ്രീകോവിലടക്കം ദ്വാരപാലക ശില്പമടക്കം സ്വർണം പാളി പൂശിയതടക്കമുള്ള വിവരങ്ങൾ മാതൃഭൂമി ദിനപത്രം കൃത്യമായി പങ്കുവച്ചിരുന്നു. ആ വിവരങ്ങളാണ് നിർണായകമായ തെളിവുകളായി ഇന്ന് കോടതിക്ക് മുമ്പിലേക്ക് വരികയും ചെയ്തത്. തീർച്ചയായും ഭക്തരുടെ വിശ്വാസികളുടെ ഏറ്റവും വലിയ ആവശ്യം ശബരിമലയിലെ ഈ അനീതി അത് തുറന്നു കാട്ടപ്പെടണം. അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരണമെന്നാണ്. അതിലേക്കുള്ള വഴി തെളിക്കാൻ മാതൃഭൂമി ദിനപത്രം അടക്കം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ നടത്തിയ ശ്രമങ്ങൾ തീർച്ചയായും കോടതിയിലും അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് ഈ നിമിഷത്തെ ഞങ്ങൾക്കും അഭിമാനമുണ്ടാകുന്ന കാര്യം.